ഹായ്, നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴേ ഇന്ന് എൻ്റെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. അതായത് കുറച്ച് മുളകുണ്ട് വെയിലത്തിടാൻ. ഇന്ന് നല്ല കാലാവസ്ഥയാണ്, പക്ഷേ ഇടയ്ക്ക് നമ്മളെ ചതിക്കാനായിട്ട് മഴക്കോളും ഉണ്ട്. അപ്പോഴേ പേടിച്ചാണ് മുളക് വെയിലത്തോട്ടിടുന്നത്. മഴ പെയ്യുമോ ഇല്ലയോ എന്ന് പേടിച്ച്. എന്തായാലും വേല മുളക് ഞാൻ വെയിലത്തിട്ട് നിരത്തി കൊടുത്തു. 4 കിലോ മുളകുണ്ട് കേട്ടോ. അപ്പോൾ ആ 4 കിലോ മുളകും ഒന്ന് കഴുകി ഞാനൊന്ന് വെയിലത്തിട്ട് ഒന്ന് ഉണക്കി വെച്ചതായിരുന്നു. അപ്പോഴും ശരിക്കും ഉണങ്ങിയിട്ടില്ല. വീണ്ടും അത് വെയിലത്ത് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നുകൊണ്ട് എനിക്ക് ഉണങ്ങി കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അറിയില്ല, എപ്പം വേണമെങ്കിലും മഴ പെയ്യാം. അപ്പോഴതൊന്ന് ഇട്ടിട്ട് വേണം എനിക്ക് ഞങ്ങളുടെ പറമ്പിലോട്ട് കയറി പോകാൻ. അപ്പോഴേ അതൊക്കെ കഴിഞ്ഞു. രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ തയ്യാറാക്കിയിട്ട് ഞാൻ ഞങ്ങളുടെ പറമ്പിലേക്ക് പോകുകയാണ്. അപ്പം പോകുന്ന വഴിക്കുള്ള അമ്പലങ്ങളും ചെറിയ കാഴ്ചകളും ഒക്കെ കണ്ടാണ് ഞാൻ പോകുന്നത്. അതോടൊപ്പം ഈ വീഡിയോയിൽ നിങ്ങളെയും ഞാൻ കാണിക്കുന്നു. അങ്ങനെ നമ്മുടെ പറമ്പിലെത്തി. നല്ല കാലാവസ്ഥയാണ്, മാറിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പറയാം. ഞാൻ വെയിലത്തിട്ട മുളകൊക്കെ വാരി വെച്ചിട്ടാണ് പോകുന്നത്. പേടിച്ചു പോയി, മഴ പെയ്താലോ. വീട്ടിലാരുമില്ലല്ലോ, അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയെക്കൊണ്ട് 4 കിലോ മുളകൊന്നും വാരി വയ്ക്കാനൊന്നും പറ്റത്തില്ല. അപ്പോഴത്തേനും മുളക് ഞാൻ ഒന്ന് തോർത്തി വെച്ചതൂടെ നനഞ്ഞു പോകും. അപ്പോഴേ പിന്നെ ഞാൻ നാളെ വെയിലത്തിടാമെന്ന് വിചാരിച്ചേ. അപ്പം 2 മണിക്കൂർ വെയിൽ കൊണ്ട് കേട്ടോ. അപ്പോഴതെല്ലാം ഒന്ന് വെയിലത്തുനിന്ന് വാരി വെച്ചിട്ടാണ് പറമ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് പറയാം. ഇവിടെ ഒരു കിണർ കിടപ്പുണ്ട്. അത് നിലനിരപ്പിനുള്ള ഒരു കിണറാണ്. ആൾമറയൊന്നുമില്ല. ആരെങ്കിലും അബദ്ധവശാൽ വന്ന് അത് ചാടിയാലോ. അപ്പോഴേ അതിന് അത്യാവശ്യമായിട്ടും ഒരു വലയിടാനാണ് വന്നത്. അപ്പോഴേ വലയിടണം. പിന്നെ വറക്കാൻ കൊള്ളാവുന്ന പ്ലാവും ചക്കയുണ്ട്. അപ്പം അതിൽ സ്വല്പം പറിച്ചെടുത്ത് കൊണ്ടുപോകാനും പിന്നെ പറമ്പൊക്കെ ഒന്ന് നോക്കാനും കാണാനും എല്ലാം കൂടാണ് ഞാൻ കയറി വന്നത്. അപ്പോഴേ കുടംപുളി പുളിച്ചോട്ടി കിടക്കുന്നു. അതിലൊരു പുളി എടുത്ത് കഴിച്ചതാണ് ഈ കാണുന്നത്. ഭയങ്കര പുളിയാണ് കേട്ടോ. എനിക്ക് ഈ പുളിയേരി കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിഴുങ്ങുമല്ല, ജസ്റ്റ് ഒന്ന് വായിലിട്ടിട്ട് തുപ്പിക്കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് എടുത്തതാ. ഭയങ്കര പുളിയാണ് കേട്ടോ. അപ്പോഴേ അവിടെ ഒരു വാഴ വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോഴതിൻ്റെ കൂമ്പ് അങ്ങ് ഒടിച്ചെടുത്തതാണ് തോരൻ വയ്ക്കാനായിട്ട്. പിന്നെ ചെറിയ കറിവേപ്പ് കണ്ടിട്ടുണ്ടോ? കുഞ്ഞ് കറിവേപ്പില. സാധാരണ നമുക്ക് കിട്ടുന്ന കറിവേപ്പല്ലിത്. ചെറിയ സൈസ്, നല്ല മണമാണിതിന്. അപ്പോൾ അതിൽ ഒരു മൂട് അവിടെ മുറ്റത്ത് നിന്ന് വളരുന്നുണ്ട്. ഇവിടെ ധാരാളം കോലിച്ചിയാണുള്ളത് കേട്ടോ. കോലിച്ചി ഇഷ്ടം പോലുണ്ട്. പിന്നെ പ്ലാവ്, കവുങ്ങ്, തെങ്ങ്, റബ്ബറ്, ചീമപ്ലാവ്, ജാതി, കൊക്കോ, വാഴ, കുരുമുളക് എന്ന് വേണ്ട എല്ലാവിധ ആദായങ്ങളോട് കൂടിയുള്ള ഒരു പറമ്പാണിത്. ഇവിടെ നിൽക്കുമ്പോഴേ ഒരു പ്രത്യേകതയാണ്. എപ്പോഴും കാറ്റ് തന്നെയാണ്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്നും ഒരുപാട് അകലെയാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഞങ്ങളുടെ വീട്ടിൽ നിന്നാൽ ഇത്രയും നല്ല കാലാവസ്ഥയല്ല, ഇത്രയും നല്ലൊരു വായു അന്തരീക്ഷമല്ല. അത്രയ്ക്കും നല്ലൊരു കാലാവസ്ഥയാണ് അവിടെയുള്ളത്. അപ്പോഴേ കുറച്ച് നേരം അവിടെ നിന്ന് ചെറിയ ജോലികളൊക്കെ അവിടെ ചെയ്ത് തീർത്തിട്ട് ഞങ്ങൾ പ്ലാവിൻ്റെ ചുവട്ടിലോട്ട് പോയി. അപ്പം ചക്ക തോട്ടി കെട്ടി ആർത്തിടണം. ഇപ്പോൾ ചക്കയൊക്കെ പറിച്ചെടുത്ത് അയ്യോ ഒരു ഒന്നൊന്നര കഷ്ടപ്പാടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ ഈ പറമ്പിൻ്റെ നടുക്ക് ഒരു വീട് കിടപ്പുണ്ട്. ഇപ്പം ആ വീട്ടിൽ ആരും താമസമൊന്നുമില്ല. പക്ഷേ എപ്പോഴും മുറ്റവും പരിസരമൊക്കെ വന്ന് വൃത്തിയാക്കി ഇടുക പതിവുണ്ട്. കാരണം
ഉള്ള ചപ്പും ചവറും ഒക്കെ കിടന്ന വല്ല ഇഴജന്തുക്കളും എല്ലാം കയറിയാൽ എന്താ ചെയ്യുക? അപ്പോഴേ പണ്ട് വാടകക്കാർ അവിടെ താമസിച്ചിരുന്നു. അതായത് ഈ റോഡ് പണി അവിടെ മിറ്റിലൊക്കെ ഇടുന്ന ടാറിങ്ങൊക്കെ ഇടാൻ വന്ന റോഡ് പണിക്കാരവിടെ താമസിച്ചിരുന്നു. പിന്നെ ഈ കിണർ ഒരിക്കലും പറ്റാത്ത കിണറാണ്, ഭയങ്കര വെള്ളമാണ് ആ കിണറ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് ഒന്ന് വലയിടണം, വലയിട്ടതായിരുന്നു, അത് പോയി. അപ്പോൾ ആ വലയോടൊന്ന് ഇടണമെന്നും വെച്ചാണ് വന്നത്. പിന്നെ പറമ്പിലോട്ട് പോയി. ഒരുപാട് പ്ലാവുകളുണ്ട്, നെടുകെ ചക്ക വീണ് അളിഞ്ഞു കിടക്കുകയാണ്. കൂടുതലും കൂഴയാണ് ഇങ്ങനെ നിലത്ത് വീണ് ഇങ്ങനെ എല്ലാം അളിഞ്ഞു കിടക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ഗുണം ഉണ്ട്, ഇവിടെ തോട്ടപ്പുഴു, അതായത് ഈ കാട്ടിലെ പുഴുവുണ്ടല്ലോ, നമ്മുടെ ബ്ലഡ് ഊറ്റി കുടിക്കുന്ന പുഴുവ്, അത് ധാരാളം ഇവിടെ ഉണ്ട്. അത് നമ്മുടെ ശരീരത്തെ കയറുന്നത് പോലും അറിയില്ല, ബ്ലഡ് കുടിച്ച് ഇറങ്ങിപ്പോകുമ്പോഴാണ് കാണുന്നത്. ഇതിനെ കൊല്ലാനായിട്ട് ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഉപ്പ് ശരീരത്തിടുക. നമ്മളെ ശരീരത്തെ കടിച്ചു ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തു നിന്ന് അത് വിട്ടുപോകാൻ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്താൽ അത് ചാവുകയും ചെയ്യും, നമ്മുടെ ശരീരത്തു നിന്ന് അത് വിട്ടുപോവുകയും ചെയ്യും. അങ്ങനെ ഇതിനെ ഒന്ന് നമ്മുടെ ശരീരത്തു നിന്ന് മാറ്റാനുള്ള മാർഗ്ഗമുള്ളൂ. പിന്നെ നമ്മുടെ പറമ്പിൻ്റെ നടുക്കൂടുണ്ടല്ലോ നല്ലൊരു തോടൊഴുകുന്നുണ്ട്, നല്ല വെള്ളമുള്ള ഒരു തോടാണ്. പക്ഷേ ഈ വർഷം പൊതുവേ ഇവിടെയൊക്കെ മഴ കുറവായിരുന്നുകൊണ്ട് വെള്ളം അധികമൊന്നും ഇല്ല കേട്ടോ, വളരെ കുറവാണ് വെള്ളം. പിന്നെ അക്കരെ കര, ഈ തോടിന് അക്കരെ കരയാണ് ആ കാണുന്നത്. അവിടെ നമുക്ക് കുരുമുളകും പോലിഞ്ചിയുമാണ് ഉള്ളത്. അപ്പോൾ കുറച്ച് പറമ്പേ ഉള്ളൂ അവിടോട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോറസ്റ്റ് ഏരിയ തുടങ്ങുകയാണ്. അക്കരെ മലഭാഗമൊക്കെ കാണുന്നില്ലേ, അത് ഫോറസ്റ്റ് ഏരിയയാണ് കേട്ടോ. അത് നമ്മുടെ വസ്തുവിൽ നിന്നും ഒരുപാട് അകലെയാണ്. ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചതേ ഉള്ളൂ. അപ്പോഴേ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു പോരാം. അപ്പോഴേ തോട്ട് കെട്ടി 2 ചക്കയാണ് പറിച്ചെടുത്തത്. പറിച്ചെടുത്ത ചക്കയുണ്ടല്ലോ, അവിടെ ഒരു ചെറിയ കാനത്തോടുണ്ട്, അതിൻ്റെ അകത്ത് വീണ് കിടക്കുകയാണ്. 2 ചക്ക അറുത്തിട്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്ലാവിൽ നിന്ന് 2 ചെറിയ ചക്കയൂടെ അറുത്തിട്ടു. അങ്ങനെ 4 ചക്ക. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെത്തി വെട്ടിയിട്ട് കൊണ്ടുപോകണം. അതിനായിട്ട് ഈ പറമ്പിൽ പ്ലാവിൻ്റെ ചുവട്ടിൽ തന്നെ നിന്ന് ചെത്തി വെട്ടിയിടുകയാണ് ചെയ്തത്. അങ്ങനെ ചെത്തി വെട്ടിയിട്ട ശേഷം ഞാൻ എടുത്തുകൊണ്ട് പോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തുടർന്ന് വീഡിയോ കണ്ടു നോക്കൂ. പുഴു കാണുമോ ഇല്ലയോ? പുഴുവൊക്കെ കണ്ടു, ചെടിയാ. പുഴുവേ കടിക്കല്ലേ.
ഇതേ ഒരു സൈസ് ആയുർവേദിക് മരുന്നാണ്, പച്ചമരുന്നാണ്. ഇതിൻ്റെ ഇലയുടെ പേരോ ഇത് എന്താ ഉപയോഗമെന്നോ എനിക്കറിയില്ല. മരുന്നാണെന്ന് മാത്രം അറിയാം. അത് ഇവിടെ ധാരാളമുണ്ട്. പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ദേശത്ത് വരിക. ഇഷ്ടം പോലെ ഇവിടെ നിൽപ്പുണ്ട്, പറിച്ചുകൊണ്ട് പോകാം. നീരിനും വേദനയ്ക്കും നീരിനും വേദനയ്ക്കുമാണെന്ന് പറയുന്നു. വാളംപുളിയാണ്, ഇഷ്ടംപോലെ ഇതിലുണ്ടാവും. പേരേ നിൽക്കുന്ന കായ. അമ്മയ്ക്ക് കാല് വയ്യ. അത് വിറകൊക്കെ വെട്ടിക്കീറി വെച്ചേക്കുവാണ്. വീട്ടിലാരുമില്ല, സാഹചര്യം എല്ലാം മോശമാണ്. അമ്മമ്മയുടെ കാല് വയ്യാതിരിക്കുകയാണ്. കണ്ടോ, കാല് പ്ലാസ്റ്റിക് വെച്ച് പൊതിഞ്ഞ് കിട്ടിയാണ് നടക്കുന്നത്. ചെറുതായിട്ട് ജോലി കിട്ടിയ അമ്മേ, ഒരു ചെറിയ ജോലിയുണ്ട്. അവന് കഴിഞ്ഞ ആഴ്ച വന്നായിരുന്നു. അതെ മാമ, ഈ വഴുതനങ്ങ എന്തിനാ പഴുപ്പിച്ച് കളഞ്ഞത്? പറിച്ചെടുക്കാൻ വയ്യായിരുന്നോ? അതുകൊണ്ടാ വിളഞ്ഞ് പഴുത്ത് നിൽക്കുന്ന. എനിക്ക് വേണ്ട. പക്ഷെ ഇതെന്താ, വെള്ളയാണോ? ആണോ? അപ്പൊ ഇത് കിളിക്കുവോ? വിത്തിട്ടാ കിളിക്കുവോ? ആണോ? ഉള്ളോ? ഞാനിങ്ങനെ കൊണ്ട് വെച്ചിട്ടൊന്നും കിളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കിളിക്കുവോന്ന്. ആ, ചിലർ പറഞ്ഞ കേൾക്കാറുണ്ടല്ലോ ഇതിന്റെ മണ്ട ഭാഗം. അല്ല മാമേ, ഇതിന്റെ മണ്ടയുണ്ടല്ലോ, ഈ മണ്ട സ്വല്പം മുറിച്ചിട്ട് നമ്മൾ മണ്ണിൻ്റെ അകത്ത് ഈ കൂടയ്ക്കകത്ത് നട്ടുപിടിപ്പിക്കുക. അപ്പം വേരിറങ്ങുമെന്നാ പറയുന്നത്. ഞാനിതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ. അങ്ങനെ പറയുന്നു. എനിക്കറിയത്തില്ല ശരിയാണോ ഇല്ലയോ എന്ന്. ഇത് കടിക്കുന്നാന്നോ? ഇപ്പൊ അമ്മാവയ്ക്ക് എത്ര പട്ടിയുണ്ട്? 5? ഇപ്പൊ മുറ്റത്ത് കിടക്കുന്ന കണ്ട 4-5 അയ്യോ, അവിടെ എങ്ങനെ നടക്കും ഈ കാല് വയ്യാതെ? ഏതായാലും എല്ലാം ഒന്നുകൂടെ പിടിച്ചു തരും. ഇത് വലിയ രസമില്ല ഒരു വില. രസമില്ല. ഇത് ഇച്ചിരി കൂടെ നീളം ഉണ്ടായിരുന്നേ കിട്ടിയെന്ന്. എന്താ ചെയ്യാൻ? അത് വലിയതാ.
ആ എന്നാ ആ ആ പോട്ടെ. എന്താണെന്നറിയാം, തീരെ വണ്ണമില്ലാത്തായിരുന്നു. എന്നെ കൊച്ചിനെ കണ്ടിട്ടുണ്ടോ? തീരെ വണ്ണമില്ലായിരുന്നു എനിക്ക്. പിന്നെ ഇടക്കാലമായിട്ട് വണ്ണമായി തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഒരു വർഷമൊക്കെ ആയിട്ടേ ഉള്ളൂ എനിക്ക് ഇത്രയും വണ്ണമായിട്ട്. വണ്ണമായി വരുമോ, എന്താ ചെയ്യാനാ? ഒരു ഓട്ടോക്കാരെ എല്ലാം കിട്ടുവാണെങ്കിൽ. ഇപ്പം ആരാ നിർത്തിയത്? ആഹാ, അപ്പോഴേ ഞാനോർത്ത് ഇനി ആ പയ്യാറ്റുപുഴയിൽ നിന്ന് വന്നവർ വല്ലതും നിർത്തിയതാ, ഇത് കണ്ടോണ്ട് നിർത്തിയാണെന്ന് കൊണ്ട് വിട്ടേനെമായിരുന്നു. ഇനിയിപ്പം ഇനിയിപ്പം ഞാൻ വിളിക്കാൻ പോവാം. ഹരികുമാർ ഇവിടെ ഇല്ല, തിരുവനന്തപുരത്തും കണ്ടു പോയേക്കുക. ഇതാണ് വെളിഞ്ചേമ്പ്. ഇവിടെ ധാരാളമായിട്ട് ഈ ചേമ്പ് വളരുന്നുണ്ട്. ഒരുപാട് കള പോലെ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് കാണപ്പെടുന്നു. അതുപോലെ തന്നെ വയലുകളിലെ, തോടിൻ്റെ ഇരുവശങ്ങളിലെ ഒരുപാട് കൂട്ടമായിട്ട് വളരുന്ന ചേമ്പ് വർഗത്തിൽപ്പെടുന്ന ഒരു സസ്യമാണ്. ഇതിനെ ഇവിടെ വെളിഞ്ചേമ്പെന്ന് ആണ് പറയപ്പെടുന്നത്. ഇത് കർക്കിടക മാസത്തിലേ ഉപയോഗിക്കുകയുള്ളൂ. ഇതിൻ്റെ കിളുന്തല, അതായത് കിളുന്നില, അത് പറിച്ച് കറി വയ്ക്കും. അപ്പോഴേ ആരും ഈ ചേമ്പ് കണ്ടാലൊന്നും കളയരുതേ, അതിൻ്റെ ഇല നുള്ളി കറി വയ്ക്കുക. അപ്പോഴേ ഞങ്ങൾ വീട്ടിൽ പോകാനായിട്ട് ഓട്ടോ കാത്ത് നിൽക്കുകയായിരുന്നു റോഡിൽ. അപ്പോഴേ ഓട്ടോ ഒക്കെ വന്നു, ഞങ്ങൾ മടങ്ങി പോവുകയാണ് വീട്ടിലേക്ക്. അപ്പോഴേ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയുവാനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.